ഹിമാചൽ പ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സജൗലി അനധികൃത മസ്ജിദ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കൂടുതൽ അനധികൃതമായി കെട്ടി ഉയർത്തിയ മസ്ജിദുകൾ പൊളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ കല്ലുവിലെ ജുമാ മസ്ജിദ് കയ്യേറ്റം നടന്ന സ്ഥലത്ത്, അതായത് കയ്യേറിയ സ്ഥലത്താണ് പണിതുയർത്തിയിരിക്കുന്നതും കൂടുതൽ നിലകൾ പണിതുയർത്തിയിരിക്കുന്നു. ഖാദി ബോർഡിൻ്റെ സ്ഥലമായിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രക്ഷോഭകർ അല്ലെങ്കിൽ സമരം നടത്തുന്നവരുടെ പ്രധാന ആവശ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി വെച്ച ആരാധനാലയങ്ങൾ പൊളിച്ചു കളയണം എന്ന് തന്നെയാണ്. ഈ പറയുന്ന കല്ലുവിലെ ജുമാ മസ്ജിദിൻ്റെ മുൻപിൽ ഇന്നലെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ഹനുമാൻ ചാലീസ വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളാണ് തടിച്ചുകൂടിയത്. അവർ പറയുന്നത് ഇത് അനധികൃതമായ ഭൂമി സ്വന്തമാക്കി കെട്ടി ഉയർത്തിയാണ്, അത് പൊളിച്ച് കളയുക തന്നെ വേണമെന്നാണ്. നമുക്കറിയാം, ഈ ഷിംലയിലുള്ള സജൗലി മസ്ജിദും അത്തരത്തിൽ പ്രക്ഷോഭം നടത്തിയിരുന്നു. ഒടുവിൽ ആ പള്ളി കമ്മിറ്റിക്കാർ തന്നെ അത് പൊളിച്ചു നീക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അനധികൃതമായി കെട്ടി ഉയർത്തിയ ഒരു ആരാധനാലയങ്ങളും ഈ സംസ്ഥാനത്ത് വേണ്ട എന്ന് തന്നെയാണ് ഈ സമരം നടത്തുന്നവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.